ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഇയറിംഗ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കുന്നത്. ആ ഇയറിംഗ് നമ്മുടെ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ ഉണ്ടല്ലോ, കഴിഞ്ഞ് നമ്മൾ ഒരു ഡ്രസ്സിൻ്റെ ഡിസൈൻ കാണിച്ചിരുന്നു. അപ്പോൾ ആ ഡ്രസ്സിന് മാച്ച് ആവുന്ന രീതിയിലുള്ള, എന്നാൽ നമ്മുടെ കയ്യിൽ നിന്ന് അധികം പൈസയൊന്നും ചിലവാകാത്ത രീതിയിൽ ആ എംബ്രോയ്ഡറി നൂലിൻ്റെ ബാക്കി കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത്. അപ്പോൾ ഇത് കണ്ടു നോക്കൂ. അപ്പോൾ ഈ ഒരു ഇയറിംഗ് ചെയ്യുന്നതിന് നമുക്ക് ആദ്യം തന്നെ ഇതുപോലുള്ള ഹൂപ്പ്, ഇതിപ്പോൾ പുതിയത് തന്നെ വേണമെന്നില്ല, ഇത് നിങ്ങളുടെ ഇല്ലെങ്കിൽ പഴയ ഏതെങ്കിലും കമ്മലിൻ്റെ എടുത്താലും മതി. ഇതിൽ നമുക്ക് പ്ലെയർ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതുപോലൊരു ഹൂപ്പ് എടുത്തിട്ട് ഇതുപോലെ സ്പോഞ്ചിൽ എന്തെങ്കിലും ഒന്ന് കുത്തി വയ്ക്കുക. അത് വർക്ക് ചെയ്യാനുള്ള എളുപ്പത്തിനാണ് ഇങ്ങനെ കുത്തി വയ്ക്കുന്നത്. എന്നിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് കുറച്ചൊരു നീളത്തിൽ ഈ ഗ്രീൻ കളർ, നമ്മൾ ചെയ്ത ഡ്രസ്സ് ഗ്രീനും ഇതുപോലുള്ള പിങ്കും ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി വന്ന എംബ്രോയ്ഡറി നൂലാണിത്. അപ്പോൾ ഗ്രീൻ കളറിൽ കുറച്ച് നൂലെടുത്തിട്ട് ഇതൊന്ന് നമുക്ക് ഈ ഹൂപ്പിലൂടെ കെട്ടിയിടാം. അതിപ്പോൾ എടുത്തിട്ട് ചെയ്താലും മതി. ഇത് കണ്ടോ, ഇത് കാണിക്കാൻ വേണ്ടി ഞാൻ ഇതുവഴി എടുത്ത് അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കാം നമുക്ക്. ഇനി നമുക്കിതിൽ തിരിച്ചു കുത്താം. നമ്മൾ ഇതിലേക്കാണ് ബാക്കി സ്ട്രിങ്സും കൂടെ ഇടുന്നത്. അപ്പോൾ ഇത് ആദ്യം ഞാൻ കുറച്ച് ഗ്രീൻ കളറാണല്ലോ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള നൂല് ഒരു 10 സെൻറ്റിമീറ്റർ വലിപ്പത്തിൽ വരുന്ന രീതിയിൽ, ഇപ്പോൾ വലിയ ഇയറിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ അതനുസരിച്ചിട്ട്, ഇപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് ഒരു 10 സെൻറ്റിമീറ്റർ ആകുമ്പോൾ കൈ പിടിക്കാൻ പറ്റുന്ന രീതിയിൽ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുക ചെയ്യുന്നത്. ഒരു 10 സെൻറ്റിമീറ്ററിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇടാം. ഇത്രയും നമുക്ക് എന്ത് ലെങ്ത് വേണം എന്നുള്ള അനുസരിച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും കൗണ്ടാണ് വേണ്ടേ. അപ്പോൾ നമുക്ക് കുറച്ചധികം കട്ട് ചെയ്ത് വയ്ക്കാം. ഇതിപ്പോൾ ഞാനിത് ഡബിൾ ഷെയ്ഡ് നൂലാണ് എടുത്തേക്കുന്നത്. സിംഗിൾ ഷെയ്ഡ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഒരുമിച്ച് ഇതുപോലെ ചുറ്റിയെടുത്തിട്ട് ഇതുപോലെ 2 അറ്റവും വെട്ടി കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് ലെങ്തിൽ കിട്ടും. ഇപ്പോൾ കറക്റ്റ് ലെങ്ത് അങ്ങനെ കറക്റ്റായിട്ട് ആവണമെന്നില്ല, നമ്മളിത് ട്രിം ചെയ്ത് കളയും ലാസ്റ്റ്. ഇനി നമുക്കിത് ഓരോന്ന് കെട്ടിക്കൊടുക്കാം. ആദ്യം ഒരെണ്ണം എടുത്തു. ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇതിനെ 2ആയിട്ട് മടക്കി, എന്നിട്ട് ഇതിനടിയിലൂടെ എടുത്ത് ഈ ഹോളിൽ കൂടെ ഉണ്ട് ഇതുപോലെ ഇതിനകത്തൂടെ ഇതിന് പുറത്തെടുക്കുക ചെയ്യുന്നത്. ഉണ്ടോ ഇങ്ങനെ. അപ്പോൾ ഇതുപോലെ കെട്ട് വീഴും. അത് ടൈറ്റായിട്ടും കെട്ടി. അടുത്ത് നമ്മൾ ഈ സൈഡിലേക്കാണ് കെട്ടുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഇത് ഒരെണ്ണം ആ സൈഡിലേക്ക് ഒരെണ്ണം ഈ സൈഡിലേക്ക് അങ്ങനെ കെട്ടുന്നത്. ഇതുപോലെ രണ്ടായിട്ട് മടക്കി ഇതുപോലെ എടുത്ത് മുറുക്കി മുകളിലേക്ക് ഇങ്ങനെ ആക്കാം. ഇതുപോലെ 2ആയിട്ട് മടക്കി ഇതിനടിയിൽ കൂടെ ഈ ത്രെഡ് എടുത്ത് ഈ ഒരു ഹോളിൽ കൂടെ ഇത് മൊത്തം ഇങ്ങനെ അകത്തേക്ക് എടുത്ത് ഇങ്ങനെ ഒരു ലൂപ്പ് വീഴും. ഇത് ടൈറ്റ് ചെയ്താൽ മതി. ഒരെണ്ണം കൂടി കാണിക്കാം. അതുപോലെ ഇതിനെ 2ആയിട്ട് ആദ്യം മടക്കി ഇതിനടിയിൽ കൂടെ ഇതിങ്ങനെ എടുത്ത് ഈ 2 ത്രെഡും ഇതിനകത്തൂടെ എടുക്കുക. ഉണ്ടോ ഇതുപോലെ. അപ്പോൾ ഇത് വീഴും. എന്നിട്ട് മുറിക്കാൻ മതി. ഇതുപോലെ നമുക്ക് ഇവിടെ താഴെ വരെ ഫിനിഷ് ചെയ്യാം.
അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ആ ഡ്രസ്സിൻ്റെ മാച്ചായിട്ട് കുറച്ച് ഇതുപോലുള്ള പിങ്ക് കൊണ്ട് ബാക്കിയും കൂടെ ചെയ്യാം. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ കൊടുക്കണമെന്നില്ല, ഇതിന് ഇടയ്ക്ക് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓൾട്ടർനേറ്റ് ആയിട്ട് പിങ്ക് ഇതും കൊടുക്കാം. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഇതും ലാസ്റ്റ് പിങ്ക് ആയിട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അതുകൂടെ പറയും. നമുക്ക് അടുത്ത പ്രാവശ്യം അടുത്ത വീഡിയോയിൽ അടുത്ത ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ആ രീതിയിലുള്ള ഇയറിംഗ് പരീക്ഷിച്ച് നോക്കാം, വേറെ ഏതെങ്കിലും ഡിസൈൻ പാറ്റേൺ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇപ്പം ഞാൻ ബാക്കി സ്ഥലത്ത് ഇതുപോലുള്ള പിങ്ക് കൂടെ കൊടുക്കുക. അതും സെയിം സൈസിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം, ചെറിയ ചെറിയ നൂലുകളായിട്ട്. അപ്പോൾ ഇത്രയും ലെങ്ത്തിലൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ലെങ്ത് വേണമെങ്കിൽ കുറച്ചുകൂടി അനുസരിച്ച് ചെയ്യണം. ഇപ്പം ഞാൻ ഇത് ചെറിയ ഇയറിംഗ് ആയിട്ട് ചെയ്യുന്നത്, വലിയതായിട്ടില്ല. ഇനി നമുക്ക് ഈ ലാസ്റ്റ് ഇവിടെ അങ്ങ് കെട്ടിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കിടക്കട്ടെ. ഇനി നമുക്ക് എന്ത് സൈസിലാണ് വേണമെന്നുള്ളത് ഒരു പേപ്പർ പാറ്റേൺ നമ്മൾ ഉണ്ടാക്കുക ചെയ്യുന്നത്. അപ്പോൾ ഒരു പേപ്പറിലാണ് നമുക്ക് എന്തോ സൈസിൽ വേണം എന്നുള്ളത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു ലീഫിൻ്റെ സ്ട്രക്ചറിലാണ് ചെയ്യുന്ന, ഒരു ഫെദർ പോലെ. അപ്പോൾ ഇതുപോലെ ഒരു സൈസ് എടുത്തിട്ട് ഞാനത് കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് 2 ഇയറിംഗും ഉണ്ടാക്കിയിട്ട് ഇത് വെച്ച് അളവ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കും. നൂല് ട്രിം ചെയ്തെടുക്കുക, അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടാണ് ഇനി ഇത് ട്രിം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് ഈ മിഡിൽ പോർഷൻ നോക്കിയിട്ട് മിഡിൽ ഇവിടെ വരുന്ന രീതിയിൽ വയ്ക്കുക. ഇങ്ങനെ വെച്ച് ഇത് ട്രിം ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ഇതുപോലെ വെച്ച് പുറത്തെ സൈഡിലും ഇതുപോലെ ട്രിം ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ട്രിം ചെയ്ത് ഇതുപോലെ എടുത്തിട്ടുണ്ട്, ഇതുപോലെ ഇയറിംഗ് ആക്കിയിട്ടുണ്ട്. ഉണ്ടോ, വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാം. നമുക്ക് ഇതിപ്പോൾ ബാക്കി നമ്മൾ എംബ്രോയ്ഡറി ചെയ്തിട്ട് ബാക്കി വന്ന് നൂല് കൊണ്ട് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ചെയ്ത് ആ ഡിസൈന് മാച്ച് ആവുന്ന രീതിയിൽ, നമുക്ക് ആ ഡ്രസ്സിന് മാച്ച് ആവുന്ന രീതിയിൽ ഇയറിങ്സ് നമുക്ക് തന്നെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്കിതിന് എക്സ്ട്രാ നമുക്കൊന്നും ചിലവാവില്ല. നമ്മുടെ ഈ ബാക്കി വരുന്ന നൂല് കൊണ്ട് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഇതിപ്പോൾ ഫെദർ പോലെ ഇരിക്കുമല്ലേ, കട്ടി കുറഞ്ഞ. അപ്പോൾ ഇത് കുറച്ച് സ്റ്റിഫ് ആവണമെങ്കിൽ ഈ കെട്ടൊന്നും അഴിഞ്ഞു പോകാതിരിക്കാനും വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഫാബ്രിക് ഗ്ലൂവോ അല്ലെങ്കിൽ ഫെവിക്കോൾ ആയാലും കുഴപ്പമില്ല, അത് കുറച്ച് ഇതുപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് നല്ലതായിട്ട് ഉണങ്ങി നന്ന കട്ടിയായിട്ടും കൂടെ ഇരിക്കും. അങ്ങനെ ചെയ്യണമെങ്കിൽ, അല്ലാതല്ല ഈ ഒരു ടെക്സ്ചറാണ് ഇഷ്ടമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനിയും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.